നമസ്കാരം. സംഭാലിലെ മസ്ജിദിനോട് ചേർന്ന പള്ളിക്കമ്മിറ്റി നിർമ്മിച്ച കടകൾ 24 മണിക്കൂറിനുള്ളിൽ പൊളിച്ചു നീക്കണമെന്ന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് യോഗി സർക്കാർ. ഇതോടെ യുപിയിൽ വഖഫിനെതിരെ ബുൾഡോസർ ആക്ഷനുമായി രംഗത്ത് വരികയാണ് യോഗി ആദിത്യനാഥ് ചെയ്യുന്നത്. യുപിയിൽ സർക്കാർ ഭൂമി കയ്യേറിയ വഖഫിനെതിരെയാണ് യോഗി ആദിത്യനാഥിന്റെ നടപടി. 24 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോകണമെന്നും അല്ലെങ്കിൽ ബുൾഡോസർ കയറ്റുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സംഭാലിലേക്ക് വീണ്ടും ബുൾഡോസറുമായി യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടപടി സ്വീകരിക്കുമ്പോൾ ഇത് വഖഫിനെതിരായ നടപടി കൂടിയാണ്. രാജ്യത്ത് ഇതാദ്യമായിട്ടാണ് വഖഫിനെതിരെ ബുൾഡോസർ പ്രയോഗം. സംഭാൽ നഗരത്തിലെ താനേവാലി മസ്ജിദ് എന്നറിയപ്പെടുന്ന പള്ളിക്കും സമീപത്തും സർക്കാർ ഭൂമി കയ്യേറിയെന്നും 24 മണിക്കൂറിനുള്ളിൽ എല്ലാ കയ്യേറ്റക്കാരും ഒഴിഞ്ഞു പോകണമെന്നും നോട്ടീസ് നൽകി. സർക്കാർ ഭൂമി കയ്യേറിയെന്ന് ആരോപിക്കപ്പെടുന്ന 11 കടകളുടെ ഉടമകൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ കടകളുടെ ഉടമകൾ എല്ലാം ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവരാണ് എന്നും അറിയിച്ചു. എടുക്കാനുള്ള സാധനങ്ങൾ ഉടമകൾക്ക് കെട്ടിടത്തിൽ നിന്നും നീക്കം ചെയ്യാം. 24 മണിക്കൂർ സമയപരിധി കഴിഞ്ഞാൽ ബുൾഡോസറുകൾ ഉപയോഗിച്ച് എല്ലാ കയ്യേറ്റവും ഇടിച്ചു നിരത്തുമെന്നും സംഭാൽ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംഭാലിലെ പള്ളിയോട് ചേർന്നുള്ള സർക്കാർ ഭൂമിയിലാണ് കടകൾ നിർമ്മിച്ചത്. അവയുടെ വാടക പള്ളി കമ്മിറ്റി പിരിച്ചെടുക്കുകയായിരുന്നു. പള്ളിക്ക് സമീപമുള്ള കിണർ നിർമ്മാണത്തിനിടെ DM രാജേന്ദ്ര പാൻസിയെയാണ് കയ്യേറ്റം ശ്രദ്ധിച്ചത്. ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവിടെ നിർമ്മിച്ച 12ഓളം കടകൾ അനധികൃതമാണ് എന്നും മനസ്സിലായി. ഈ കടകളിൽ ഒന്ന് ഉടൻ തന്നെ പൊളിച്ചു മാറ്റി. ഇതിനു പുറമെ ശേഷിക്കുന്ന 11 കടകൾക്കും 24 മണിക്കൂറിനുള്ളിൽ പൊളിക്കാൻ അന്ത്യശാസനം നൽകി. റോഡ് കയ്യേറിയാണ് ഈ കടകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്നും അളക്കുന്ന സമയത്ത് ഇവ നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയതായും SDM വന്ദന മിശ്ര പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ഒരു പേപ്പറും കാണിക്കാൻ പോലും കടയുടമയ്ക്ക് കഴിഞ്ഞതുമില്ല. 24 മണിക്കൂറിനുള്ളിൽ കയ്യേറ്റം നീക്കം ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം ബുൾഡോസർ ഉപയോഗിച്ച് എല്ലാ കടകളും പൊളിച്ചു മാറ്റുമെന്നും കടയുടമകൾക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. യുപി സർക്കാരിന്റെ ബുൾഡോസർ നടപടി ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുള്ളതാണ്. യുപിയിലെ ഏറ്റവും വലിയ ബുൾഡോസർ ആക്ഷൻ നടന്നത് ലക്നൌവിലെ അക്ബർ നഗറിലായിരുന്നു. ഇതിൽ 1800 പേർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീടുകൾ നിർമ്മിക്കുകയും ചെയ്തു. ബറേലിയിലെ ഭോജിപുര MLA ഷാജിൽ ഇസ്ലാമിനെതിരെയും യോഗിയുടെ ബുൾഡോസർ നടപടി ഉണ്ടായി. ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ നടപടി. ഷാജിൽ ഇസ്ലാമിന്റെ ഉടമസ്ഥതയിലുള്ള പെട്രോൾ പമ്പാണ് അന്ന് ബുൾഡോസർ നടപടിക്ക് ഇരയായത്. ഏറെ ചർച്ചയായ മറ്റൊരു പൊളിക്കൽ നടപടിയാണ് വാരണാസിയിലെ വരുണ നദിയുടെ തീരത്ത് നിർമ്മിച്ച 2 ആഡംബര ഹോട്ടലുകൾ പൊളിച്ചു നീക്കിയത്. ഗ്രീൻ ബെൽറ്റിൽ നിർമ്മിച്ച ഈ ഹോട്ടലുകൾ 5 ബുൾഡോസറുകൾ ഉപയോഗിച്ചാണ് പൊളിച്ചത്. ഇതിനെ തുടർന്നുണ്ടായ ഹോട്ടൽ ഉടമയും സർക്കാരും തമ്മിലുള്ള പോര് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. അയോധ്യയിൽ 12 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ മുഖ്യ പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള ബേക്കറിയും ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയിരുന്നു. ഇപ്പോഴിതാ വഖഫ് ഭൂമിയിൽ എന്ന പേരിൽ സർക്കാർ ഭൂമി കയ്യേറി കടകൾ നിർമ്മിക്കുകയും അനധികൃതമായി ഇത് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്ത സംഭവത്തിലും ബുൾഡോസർ ആക്ഷനുമായി രംഗത്ത് വരികയാണ് യോഗി ആദിത്യനാഥ്.